ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രേയ ആകാശിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ഇനി അവശേഷിക്കരുത് എന്ന് മനസ്സിൽ തീരുമാനിച്ച് ആകാശും ശ്രേയയും ഒരുമിച്ചുള്ള എല്ലാ ഫോട്ടോസുകളും കത്തിച്ചു കളയുകയാണ്. ആകാശിനോടും ചാരുവിനോടുമുള്ള പക അടക്കാൻ കഴിയാതെയാണ് ശ്രേയ നിൽക്കുന്നത്. അങ്ങനെ ഇനി അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ശ്രേയ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിക്കുന്നത്. ചാരുവും ആകാശും കാറൊക്കെ ക്ലീൻ ആക്കിയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചാരു ആണെങ്കിൽ അരവിന്ദിനെ കണ്ട ആ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്. അരവിന്ദനും അമ്മായിയും തമ്മിൽ ഇപ്പോഴും ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ചാരു അപ്പം മനസ്സിലാക്കാണ്. അപ്പോൾ ആകാശാണെങ്കിലോ ഇതൊന്നും തന്നെ അറിയാതെയാണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് സ്വന്തം ഏട്ടൻ അരവിന്ദനാണ് അവിടെ കാറ് ക്ലീൻ ആക്കാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം ആകാശിനറിയില്ല. പക്ഷേ ചാരു ആണെങ്കിൽ എല്ലാം കണ്ടതോടുകൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ്. എത്ര സുഖത്തിൽ വഴിയേണ്ട ആളാണ് അരവിന്ദേട്ടൻ, എന്നിട്ടിപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? ഇതൊക്കെ എന്നോടും ബാലമാമനോടും അക്കുചേട്ടനോടും ചെയ്ത ദ്രോഹത്തിന് ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ചാരു. അങ്ങനെ വിഷമത്തോടു കൂടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗോവിന്ദൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്തായി, പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു വീട് കൂടൽ ചടങ്ങ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ചാരു ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. അപ്പോൾ ആകാശ് പറയണേ, ഗോവിന്ദ മാമേ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ എന്താ ആകാശ്, ചാരു നല്ല ദേഷ്യത്തിലാണല്ലോ അകത്തേക്ക് പോകുന്നത്, നീ വീണ്ടും അവളെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുത്തിയോ, നീ ചൂടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഗോവിന്ദമാമേ, ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗോവിന്ദമാമ കരുതുന്നത് പോലെയല്ല, ഞാൻ ചാരുവിനോട് അടുക്കാൻ ശ്രമിക്കും തോറും ചാരു എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗോവിന്ദമാമേ എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പറയണേ, നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ ആകാശ്, കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ. നീ പോലും ചാരുവിനെ പെട്ടെന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3-4 മാസം ആവാറായി. പക്ഷേ ഇതുവരെ നീ എങ്ങനെയാണ് ചാരുവിനോട് ദേഷ്യപ്പെട്ടിരുന്നത്? അന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടന്ന ഉടനെ നീ ചാരുവിനോട് നല്ലതുപോലെയാണ് പെരുമാറിയിരുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നല്ല ഭാര്യയും ഭർത്താവുമായി അടുത്തു കഴിഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നീ പെട്ടെന്ന് ഇങ്ങനെ നിൻ്റെ സ്വഭാവം മാറ്റി അവളോട് അടുക്കാൻ ചെന്നാൽ അവൾ സ്വാഭാവികമായിട്ടും എന്താണ് കരുതുക? അതുകൊണ്ടാണ് ചാരു ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലാതെ നീ കരുതുന്നത് പോലെയൊന്നുമല്ല. നിൻ്റെ ഭാഗത്തുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ചാരുവും നീയും ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വിവാഹമായിരുന്നു നിങ്ങളുടേത്. അരവിന്ദൻ ചതിച്ചു പോയതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നത്. അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ചാരുവിൻ്റെ മനസ്സ് മാറി നിന്നെ മനസ്സിലാക്കാനും നിനക്ക് ചാരുവിനെ മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. അതുവരെ നീ ക്ഷമിക്കണം, അതുവരെ നീ കാത്തു നിൽക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കും എന്നുള്ളത് ഗോവിന്ദമാമയ്ക്ക് ഉറപ്പുണ്ട് എന്ന് പറയണം. അങ്ങനെ ആകാശം നേരെ റൂമിലേക്ക് പോവാണ്. ഈ സമയം ബാലനാണെങ്കിലോ ഒരു കലണ്ടർ എടുത്ത് ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ഛൻ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്കും അച്ഛനും കൂടി വരികയാണ്. എന്താണ് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ രമേശൻ ഹേമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, അപ്പച്ചി എൻ്റെ പോക്കറ്റിൽ 1 രൂപ പോലും ഇല്ല, അപ്പച്ചിയുടെ കയ്യിൽ വല്ല പൈസ എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് പുറത്തൊന്ന് പോവാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഹേമ പറയാണ്, എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല, നാണമുണ്ടോടാ എന്നോട് വന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞ് ഹേമ ദേഷ്യപ്പെടുമ്പോൾ എന്തിനാണ് അപ്പച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ എൻ്റെ അപ്പച്ചിയോടല്ലേ ചോദിച്ചത്, മറ്റാരോടുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ്, അടാ രമേശ, എന്താണാവോ നിൻ്റെ അമ്മാവൻ ഇങ്ങനെ തെരഞ്ഞു നോക്കുന്നത് കലണ്ടറിൽ, എന്താണ് സംഭവം? അപ്പോൾ രമേശൻ പറയണേ, എന്തോ കാര്യമായിട്ടുണ്ട് അപ്പച്ചി, അല്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കില്ല, എന്തായാലും ഞാനൊന്ന് അവിടേക്ക് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് രമേശൻ ബാലൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഗോവിന്ദ വന്ന് ചോദിക്കുകയാണ്, എന്താണ് ബാല നീ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചാരുവിൻ്റെയും ആകാശിൻ്റെയും കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും മാസമായില്ലേ, എന്നിട്ട് ഇതുവരെയും താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടന്നിട്ടില്ല, അതങ്ങ് ഗംഭീരമായി നടത്തിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് കേട്ടതോടുകൂടി ഹേമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. അപ്പോൾ ഹേമ പറയണേ, എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം? ഇവിടെ ഇപ്പോൾ ആകാശിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെ കഴിച്ചില്ലേ, ഇനിയിപ്പോൾ എന്തിനാണ് ഉടനെ തന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, നീ എന്താ ഹേമ അങ്ങനെ പറയുന്നത്? നിൻ്റെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടന്നില്ലേ, നമ്മുടെ അശ്വതിയുടെയും താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടന്നില്ലേ, അതുപോലെ ചാരുവിൻ്റെയും നടക്കണം. നീ ചാരുവിനെ ഓർത്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നിന്നോട് ചാരുവിനോടുള്ള പക കൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് കൊണ്ട് നിൻ്റെ മകന് കൂടി നല്ലതാണ്, നിൻ്റെ മകന് ആയുസ്സുണ്ടാവാനും കൂടി ഇത് സഹായിക്കും. അത് നീ ചിന്തിക്കാതെയാണല്ലോ സംസാരിക്കുന്നത്. നീ മരുമകളോടുള്ള ദേഷ്യം കൊണ്ട് നിൻ്റെ മകനെ നീ മറക്കരുത്. നീ പ്രസവിച്ച
സ്നേഹിച്ച നിന്റെ മകനെ നീ മറന്നു കളയരുത് എന്ന് പറഞ്ഞതോടെ ഹേമയുടെ ഉത്തരം മുട്ടിപ്പോവാണ്. അപ്പോൾ വീണ്ടും ചാരുവിനെ കുറ്റപ്പെടുത്തി ഹേമ സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് ആകാശും ചാരുവും വരുന്നത്. അപ്പോൾ ആകാശ് ചാരുവിനോട് പറയണ്, അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, അമ്മ പറയുന്നതൊന്നും കേട്ട് നീ വെറുതെ മനസ്സ് വിഷമിക്കണ്ട, നീ നടക്കുക കാക്കൂത്തി എന്ന് പറഞ്ഞ് ചാരുവിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫംഗ്ഷനാണ് നാളെ വെക്കാമെന്ന് കരുതുന്നത്. നാളെ നല്ലൊരു ദിവസം തന്നെയാണ്, ആ ഫംഗ്ഷൻ ഗംഭീരമായി നടക്കണം. എന്താണ് അച്ഛൻ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസമായില്ലേ, എന്നിട്ടും ഇതുവരെയും താലി പിരിച്ച് കോർക്കൽ ചടങ്ങ് നടന്നിട്ടില്ലല്ലോ, അത് നാളെ വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ചാരു പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ബാലനോട് കാര്യത്തിൽ അങ്ങ് സംസാരിക്കുകയാണ്. ബാലമാമേ, ഞാൻ പറയുന്നത് കൊണ്ട് ബാലമാമയ്ക്ക് ഒന്നും തോന്നരുത്, പക്ഷേ ബാലമാമനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് ചാരുമോളെ എന്ന് ചോദിക്കുമ്പോൾ, ബാലമാമ ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ സ്വയം തീരുമാനമെടുത്താൽ എങ്ങനെ ശരിയാവും ബാലമാമേ? ഓരോരുത്തർക്കും അവരുടേതായ ആഗ്രഹങ്ങളും തീരുമാനവും ഉണ്ടാവില്ലേ? ഇതിപ്പോൾ ബാലമാമന് എന്താണോ മനസ്സിലേക്ക് തോന്നുന്നത് ആ തീരുമാനം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ബാലമാമ ചെയ്യുന്നത്. അത് തെറ്റായ ഒരു തീരുമാനമാണ്. ബാലമാമ ഇതുവരെയും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നത് പോലുമില്ല. ബാലമാമയ്ക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് മറ്റുള്ളവരോട് അങ്ങ് പറയും, അത് അവരങ്ങ് അനുസരിക്കണം. അതല്ലേ ഇതുവരെയും ബാലമാമ ചെയ്തിട്ടുള്ളത്. ബാലമാമ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ബാലനെ അങ്ങ് അതിശയിപ്പിക്കുകയാണ് കേട്ടോ. അത് കേട്ടോണ്ട് നിൽക്കുന്ന ആകാശും ഗോവിന്ദനും അശ്വതിയും അനു ഒക്കെ ഞെട്ടിപ്പോവാണ്. ആരും തന്നെയും ഇതുവരെയും അച്ഛനോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, ഇവളെന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ഹേമയാണെങ്കിലോ ചാരു ഇങ്ങനെ ചോദിച്ചതോടുകൂടി ഒരുപാട് സന്തോഷിക്കുകയാണ്. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഐറ്റമാണല്ലോ ഇവള് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ചാരുവിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ബാലന് ഉത്തരം മുട്ടി. ബാലന് നല്ല സങ്കടം വന്നു എന്നുള്ളത് ഹേമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഹേമ ഒരുപാട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ബാലൻ തന്നെ അതിശയിച്ചു പോവാണ്. അപ്പോൾ ബാലനോട് ചാരു ഇങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ബാലൻ ആകാശിനോട് നാളത്തെ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ കൂടി ആകാശ് പറയുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് ബാലൻ, നിനക്ക് ആ ജോലി ഇല്ലെങ്കിലും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആകാശ്, 10 തലമുറയ്ക്ക് വരെ ജീവിക്കാനുള്ള ആസ്തി നമുക്കുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് അച്ഛനും ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ജോലി ഇല്ലെങ്കിലും മോൻക്ക് സുഖമായി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാവിധ ആസ്തിയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ചാരു അങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ ചാരു ചോദിക്കുകയാണ്, ബാലമാമ ഇപ്പോൾ പറഞ്ഞല്ലോ അക്കുച്ചേട്ടന് ഈ ജോലി നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല, ജീവിക്കാനുള്ള എല്ലാ മാർഗവും നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുവരെയും ബാലമാമ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയോ? അക്കുച്ചേട്ടന് ഈ ജോലി, ഈ ഗവൺമെൻറ് ജോലിയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആരാണ്? ബാലമാമ തന്നെയല്ലേ? ബാലമാമൻ്റെ അച്ഛൻ ബാലമാമയോട് ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടാവണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബാലമാമ ആ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു. അതുപോലെ ബാലമാമന് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ അക്കുച്ചേട്ടനോട് പറയുകയും അക്കുച്ചേട്ടൻ അത് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ബാലമാമ ഇന്ന് വരെ അക്കുച്ചേട്ടൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളത് ഇതുവരെയും ചിന്തിച്ചിട്ടുണ്ടോ? ബാലമാമ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിലും ഇതുപോലെ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്തും ഒക്കെ അക്കുച്ചേട്ടനോട് അങ്ങ് പറയും, അത് അക്കുച്ചേട്ടൻ അങ്ങ് അനുസരിക്കുകയും ചെയ്യും. അക്കുച്ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ ഇന്ന് വരെയും ബാലമാമ നോക്കിയിട്ടുണ്ടോ? അക്കുച്ചേട്ടൻ്റെ പഠിപ്പിനനുസരിച്ച് അക്കുച്ചേട്ടൻ ഈ ജോലിയല്ല, ഇതിലും നല്ല ജോലി വരെ അക്കുച്ചേട്ടന് കിട്ടും. പക്ഷേ ബാലമാമൻ്റെ ആഗ്രഹപ്രകാരമല്ലേ അക്കുച്ചേട്ടൻ ഇങ്ങനെ ഒരു ജോലിക്ക് കയറിയത്. അതുപോലെ അക്കുച്ചേട്ടന് പല ആഗ്രഹങ്ങളും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അക്കുച്ചേട്ടൻ ഒന്നും തന്നെയും ബാലമാമനോട് പറയില്ല, എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ ആകാശ്, ചാരു നീ എന്താണ് ഈ പറയുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, അക്കുച്ചേട്ടൻ ഒന്ന് വെറുതെ ഇരിക്കും, ഇനിയെങ്കിലും അക്കുച്ചേട്ടൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവണം. അക്കുച്ചേട്ടൻ എല്ലാവരുടെയും മുന്നിൽ ഒന്നും മിണ്ടാതെ നടക്കും, മനസ്സിലെല്ലാ ആഗ്രഹങ്ങളും ഒളിപ്പിച്ചു വെച്ച് നടക്കും. പക്ഷേ ഇത് ഒരാളെങ്കിലും ഒരാൾ അറിയണ്ടേ? അക്കുച്ചേട്ടൻ്റെ ആഗ്രഹങ്ങളും എല്ലാം അക്കുച്ചേട്ടന് കൂടി വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ബാലമാമയുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് അക്കുച്ചേട്ടനോട് ഓരോന്നും പറയുന്നത്. അത് അതേപടി എതിർക്കാതെ അക്കുച്ചേട്ടൻ അത് അനുസരിക്കുകയും ചെയ്യും. അക്കുച്ചേട്ടൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ അക്കുച്ചേട്ടൻ അവിടെ മനസ്സിൽ ഒളിപ്പിക്കുകയും ചെയ്യും. ഇതുവരെയും ആരോടും ഒന്നും പറയുകയും ചെയ്യില്ല. പക്ഷേ ഇനിയെങ്കിലും ഇക്കാര്യം ആ ബാലമാമയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബാലൻ തന്നെ ഇങ്ങനെ ഒരു മറുപടി ചാരുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേട്ടപ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനൊക്കെ ഞെട്ടിപ്പോവാണ്. എന്താ ചാരുമോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബാലനോട് ഇന്ന് വരെയും ചാരു ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ഹേമ പറയണേ,
പറയുകയാണ്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവളിപ്പോൾ തനി പാമ്പാണെന്നുള്ളത്. പാമ്പിന് പാല് കൊടുത്തതുപോലെയാണ്. ആ കൈക്ക് തന്നെ കണ്ടില്ലേ ഇവൾ തിരിഞ്ഞു കൊത്തുന്നത്. നിങ്ങളിപ്പോൾ ഇവളേനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ആകാശമൊത്തുള്ള കല്യാണം നടത്തി കൊടുത്തത്. എന്നിട്ടിപ്പോൾ അവൾക്ക് ഈ വീട്ടിലേക്ക് കയറി വരാൻ കാരണക്കാരനായ നിങ്ങളെ തന്നെ അവൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹേമ കിട്ടിയ അവസരത്തിൽ ഓരോന്ന് പറയുമ്പോൾ ബാലൻ പറയാണ്, ഹേമേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നിട്ടല്ല സംസാരിക്കുന്നത്. നീ കിട്ടിയ അവസരത്തിൽ ചാരുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചാരുമോൾ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ഒരു തെറ്റുമില്ല. ചാരു പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ കാരണം തന്നെയാണ്, ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് എൻ്റെ ആകാശ് അതെല്ലാം തന്നെ അനുസരിക്കുകയും ചെയ്തു. അത് തെറ്റാണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ചാരു എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് അറിയാത്ത കാര്യമാണ് ചാരു ഇപ്പോൾ ഈ പറഞ്ഞത്. ഞാൻ ഇതുവരെയും എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാനത് എൻ്റെ മോൻ ആകാശ് പറയുമ്പോൾ അവനത് എതിർക്കാതെ അനുസരിക്കുകയും ചെയ്യും. അവൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയില്ല. തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ്. അത് കേട്ടപ്പോൾ ആകാശിന് വിഷമാവാണ്, ബാലന് സങ്കടമായി എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ ആകാശ് പറഞ്ഞു, ഇല്ല അച്ഛാ, അച്ഛൻ്റെ ആഗ്രഹം എന്താണോ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അല്ല മോനെ, ചാരു പറയുന്നതിലും കാര്യമുണ്ട്. നിൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഞാൻ പെരുമാറിയത്. അപ്പോൾ ചാരു പറഞ്ഞിട്ടുണ്ട് ബാലനോട്, ബാലമാമ അക്കുച്ചേട്ടൻ്റെ ഓഫീസിൽ പോയി അക്കുച്ചേട്ടനെ വല്ല സ്കൂൾ കുട്ടികളെ പോലെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നില്ലേ? അത് അക്കുച്ചേട്ടൻ പറഞ്ഞിട്ടാണോ? അക്കുച്ചേട്ടൻ പറഞ്ഞിരുന്നോ ഓഫീസിലെ പ്രശ്നങ്ങൾ ബാലമാമയോട് തീർക്കാൻ? ഇല്ലല്ലോ. അതുകൊണ്ടൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് അക്കുച്ചേട്ടനുണ്ടായത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ബാലമാമ അക്കുച്ചേട്ടൻ്റെ ഓരോ കാര്യത്തിലും ഇടപെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ചാരു പറഞ്ഞത് ശരിയാണ്. എൻ്റെ മോൻ അവിടെ ഞാൻ ചെന്ന സമയത്ത് എൻ്റെ മോനെ ആ മേഡം ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതും ഒരുപാട് നാണം കെടുത്തുന്നതും കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ടപ്പോഴാണ് ഞാൻ ആകാശിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഓഫീസിൽ നിന്നും പടിയിറങ്ങിയത്. അത് തെറ്റാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ഓഫീസിൽ പോയി ആ മേഡത്തെ കണ്ട് ഞാൻ മാപ്പ് പറഞ്ഞോളാം എന്ന് പറഞ്ഞതോടുകൂടി രമയും രമേശനും അശ്വതിയും അനുവും ഗോവിന്ദനും ആകാശമൊക്കെ ഞെട്ടിപ്പോവാണ്. എന്താ അച്ഛൻ ഈ പറയുന്നത്? എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെ മുന്നിലും മാപ്പ് പറയാൻ ചെല്ലണ്ട എന്ന് പറയുമ്പോൾ, ഇല്ല ആകാശ്, ഞാൻ അവിടേക്ക് നാളെ പോവും. എന്നിട്ട് ആ മേഡത്തെ കണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ അവരോട് മാപ്പ് ചോദിക്കും. എന്നിട്ട് അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും. ഈ താലി പിരിച്ചു കോർക്കുന്ന ഈ ചടങ്ങിലേക്ക് അവരെ ഞാൻ ക്ഷണിക്കും. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ചാരു ബാലനോട് പറയുന്നുണ്ട്, എന്തിനാണ് ബാലമാമ ഇത്ര പെട്ടെന്ന് ഈ താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങ്? അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിക്കും. അത് പറ്റില്ല, ഇത്രയും മാസമായില്ലേ, ഇനി അത് വൈകിച്ചൂടാ എന്ന് പറഞ്ഞിട്ടാണ് ബാല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആരുൻ്റെ മനസ്സിൽ ആകാശിനെയും ശ്രേയയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി താലി പിരിച്ച് ചടങ്ങ് കൂടി നടത്താൽ അക്കുച്ചേട്ടനെയും ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ടെൻഷനിലാണ് ചാരു നിൽക്കുന്നത്. അങ്ങനെ ബാല നാളെ തന്നെ പോയി കണ്ട് ശ്രേയയെ പോയി കണ്ട് മാപ്പ് പറയുകയും ഈ ചടങ്ങിലേക്ക് വിളിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ ആകാശ് പറയണേ, ഇല്ല, അവരെ വിളിക്കേണ്ട. ആ ശ്രേയ മേഡത്തെ ഇവിടേക്ക് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർ ഈ വീട്ടിൽ ആരാണ്? എന്തിനാണ് അച്ഛൻ പോയിട്ട് അവരോട് മാപ്പ് പറയുന്നതും അച്ഛൻ പോയി അവരെ ഈ ചടങ്ങിലേക്ക് വിളിക്കുന്നതും? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയണേ, അതെന്താ അക്കുച്ചേട്ടൻ അങ്ങനെ പറയുന്നത്? ശ്രേയ മേഡവും ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയല്ലേ എന്ന് പറഞ്ഞതോടുകൂടി ഹേമക്ക് ഞെട്ടിപ്പോണ്. ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ അശ്വതി ചോദിക്കുകയാണ്, എന്താ ചാരു നീ പറയുന്നത്? എങ്ങനെയാണ് ശ്രേയ മേഡം ഈ കുടുംബത്തിലെ ഒരു അംഗമാകുന്നത്? അപ്പോൾ ഗോവിന്ദ് അങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ്. ചാരു എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. വീണ്ടും ശ്രേയയെയും ആകാശിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചാരു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള സംശയത്തോടു കൂടിയാണ് ഗോവിന്ദൻ നിൽക്കുന്നത്. അപ്പോൾ ചാരു ഇങ്ങനെ പതർച്ചയോട് കൂടി പറയാം, അത് പിന്നെ അശ്വതി ചേച്ചി, ശ്രേയ മേഡവും അക്കുചേട്ടനും ആദ്യമേ പരിചയക്കാരല്ലേ, അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ് ചാരു അങ്ങ് പതറുകയാണ് കേട്ടോ. അങ്ങനെ ബാലൻ ശ്രേയയെ പോയി കണ്ട് മാപ്പ് പറയാമെന്ന് തീരുമാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.